നമസ്കാരം. ഒരാൾ തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്ന രേഖയാണ് പവർ ഓഫ് അറ്റോർണി. ചിലപ്പോഴെങ്കിലും അറ്റോർണി ഈ പവർ ഓഫ് അറ്റോർണി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മറികടക്കുന്നതിനുള്ള ഏകമാർഗം പവർ ഓഫ് അറ്റോർണി റദ്ദ് ചെയ്യുകയാണ്. പവർ ഓഫ് അറ്റോർണി 3 തരത്തിലാണ് സാധാരണഗതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒന്ന്, ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നോട്ടറി പബ്ലിക് മുമ്പാകെയോ, അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തോ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഈ പവർ ഓഫ് അറ്റോർണികൾ റദ്ദ് ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ ഒരു റദ്ദാക്കൽ രേഖ തയ്യാറാക്കി ആ രജിസ്റ്റർ ഓഫീസിൽ തന്നെ അത് റദ്ദാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. നോട്ടറി മുമ്പാകെ അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ നോട്ടറി മുമ്പാകെ റദ്ദാക്കൽ രേഖ തയ്യാറാക്കി അറ്റസ്റ്റ് ചെയ്യണം. എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ റദ്ദാക്കൽ രേഖ തയ്യാറാക്കി ആ എംബസിയിൽ തന്നെ അറ്റസ്റ്റ് ചെയ്യണം. അതിനുശേഷം രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന ഈ റദ്ദാക്കൽ രേഖയുടെ ഒരു കോപ്പി സഹിതം പവർ ഓഫ് അറ്റോർണി റദ്ദാക്കിയ വിവരം കാണിച്ച് അറ്റോർണിയെ അറിയിക്കണം. കൂടാതെ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. കൂടാതെ പവർ ഓഫ് അറ്റോർണി റദ്ദാക്കിയ വിവരം പവർ ഓഫ് അറ്റോർണിയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ രജിസ്റ്റർ നോട്ടീസ് മുഖേന അറിയിക്കുന്നത് അത്യാവശ്യമാണ്. രജിസ്റ്റർ ചെയ്ത് നോട്ടീസ് അയക്കുമ്പോൾ അക്നോളജ്മെന്റ് കാർഡ് സഹിതം അയക്കേണ്ടതാണ്. ഈ രേഖകളെല്ലാം നമ്മൾ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ടതും അനിവാര്യമാണ്.